കോൺഷ്യസ്ലി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ മാർക്കറ്റിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് നിൽക്കുമായിരുന്നു. പക്ഷേ ഞാൻ മാർക്കറ്റ് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വരുന്ന ലോസും അതുപോലെ തന്നെ ആ ലോസിൻ്റെ പൈസ ആയിരുന്നില്ല എൻ്റെ പ്രശ്നം. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണെന്ന് എനിക്ക് 2-3 ദിവസത്തെ ട്രേഡിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബ്രേക്ക് എടുക്കാം എന്നുള്ളത്. ഇതിന് മുന്നേ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ സെൽ സൈഡിലേക്ക് മാത്രമാണ് ഇൻട്രാഡേ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു ബ്രേക്ക്, എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഒരു ബ്രേക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ച് കയറി വന്നപ്പോൾ ഞാൻ ബൈ സൈഡും സെൽ സൈഡും ഒക്കെ മാറി ട്രേഡ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. എന്താണെങ്കിലും ഒരു ബ്രേക്ക് എടുത്ത് നന്നായിട്ട് ഞാൻ മാർക്കറ്റിനെ വാച്ച് ചെയ്തതിന് ശേഷം ഇന്ന് ഞാൻ വീണ്ടും ട്രേഡ് ചെയ്യാൻ ഇറങ്ങി. പോളിമെഡിക്കലിലാണ് ഞാനിന്ന് ട്രേഡ് എടുത്തത്. സെൽ സൈഡിലേക്ക് തന്നെയാണ് ഞാനിന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 2100-ലും 2120 ഒരു നിയറസ്റ്റ് റെസിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു സെൽ സൈഡിലേക്ക് ഒരു ക്യാൻഡിൽ വന്നപ്പോൾ സെല്ലേഴ്സും കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു 12 പോയിൻറ്റ് ക്യാപ്ചർ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 6000 റുപ്പീസ് പ്രോഫിറ്റ്, 500 ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. 6000 റുപ്പീസ് പ്രോഫിറ്റോടുകൂടെ ഞാൻ അതിൽ നിന്ന് എക്സിറ്റ് ആയി. അപ്പോൾ ഇന്ന് വേറെ ട്രേഡ് ഞാൻ എടുക്കുന്നില്ല. ഇനി കുറച്ച് നല്ല ട്രേഡ് കിട്ടുന്ന ദിവസം മാത്രം ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. അപ്പോൾ എല്ലാവരും നോക്കി സേഫായിട്ട് ട്രേഡ് ചെയ്യാം. ബൈ ഗൈസ്.